നമസ്കാരം. ഇന്ന് നമ്മൾ ഒഴിവിലൊടുക്കത്തിലെ 16ഉം 17ഉം ശ്ലോകങ്ങൾ, അല്ലെങ്കിൽ 16ഉം 17ഉം വെൺപ, ഇവയാണ് ഇന്ന് ചിന്തിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഗുരുമാഹാത്മ്യം, ഈ ഗ്രന്ഥത്തിന് എന്തുകൊണ്ട് ഈ പേര് വന്നു എന്നൊക്കെ കണ്ടു. ഈ ശ്ലോകങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഈ ആത്മാവിൽ രതിയുള്ളവർക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയണമെന്ന് ഉത്കടമായ ആഗ്രഹമുള്ളവർക്ക് മാത്രമേ ഈ ഗ്രന്ഥങ്ങൾ പ്രയോജനം ചെയ്യൂ. നമ്മൾ കണ്ടു, ഈ ഒഴിവിലൊടുക്കം എന്ന ഗ്രന്ഥം തമിഴിലെ മഹാജ്ഞാനിയായ കണ്ണുടയ വെള്ളലാർ എഴുതിയതാണ്. അദ്ദേഹം തിരുജ്ഞാന സംബന്ധരുടെ ശിഷ്യരായിരുന്നു. ഈ ഗ്രന്ഥം കേരളത്തിൽ പ്രചാരമില്ലായിരുന്നു. ശ്രീനാരായണ ഗുരു വള്ളത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൻ്റെ ശിഷ്യന്മാരായ മറവൂർ ഭാസ്കരൻ നായർ ഉൾപ്പെടെയുള്ളവർക്ക് ഈ ഗ്രന്ഥം ഉപദേശിക്കുകയും അവരത് എഴുതിയെടുക്കുകയും അങ്ങനെ ഈ ഗ്രന്ഥം മലയാളക്കരയിൽ പ്രസിദ്ധമായി തീരുകയും ചെയ്തു. നമുക്ക് ആദ്യം ഈ ശ്ലോകം ഒന്ന് വായിക്കാം, എന്നിട്ട് അതിൻ്റെ അർത്ഥം ചിന്തിക്കാം. ആലിംഗനത്തിലെ ഐന്ദിനവും പാടുവോൻ മാലിൻപവാരി മറുതിരൈപോൽ കാലപ്പൂ കിങ്കിണിയായി ചെയ്തതുപോൽ കിന്നരിപ്പാട്ടുല്ലാസം കൊണ്ടവർ പോൽ കണ്ടവർക്കാകും. ഈ കാമശാസ്ത്രങ്ങളിൽ 5 വിധ ആലിംഗനങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്, സ്ത്രീ പുരുഷ ആലിംഗനങ്ങളെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് വായിച്ച് അതിലൊക്കെ ആനന്ദ നിർവൃതി കൊള്ളുന്ന വിടന്മാർ അവരത് മറ്റുള്ളവരടുത്ത് പറയുന്നതിലും അത് രസിക്കുന്നതിലും ഒക്കെ ആനന്ദം കണ്ടെത്തുന്നത് പോലെ കാലത്തെ താമരപ്പൂ സൂര്യോദയം ഉണ്ടാവുമ്പോൾ ആ സൂര്യൻ്റെ ആകർഷണത്തിൽ താമരപ്പൂ വിരിഞ്ഞു വരുന്നത് പോലെ ഇനി കിന്നരിപ്പാട്ട്, ആ പാട്ടുകളിൽ ആനന്ദം കാണുന്ന ആൾക്കാർ അതിൽ ലയിച്ച് മറന്നിരിക്കുന്നത് പോലെ ഈ ആത്മവസ്തുവിൽ, ഈ ആത്മജ്ഞാനത്തിൽ രതിയുണ്ടാകുന്നവർക്ക്, അതിൽ താല്പര്യമുണ്ടാകുന്നവർക്ക് മാത്രമാണ് ഈ ആത്മാനുഭവം എന്ന അവസ്ഥ വന്നു ചേരുന്നത്. അതായത് കാഷ്വലായിട്ടുള്ളൊരു റീഡറിനോ അല്ലെങ്കിൽ ഇതെന്താണ് ഒന്ന് നോക്കിയിട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കോ ഈ ആത്മാനുഭവം ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഗീതയിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, യസ്ത്വാത്മരതിരേവ സ്യാദാത്മതൃപ്തശ്ച മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. യസ്ത്വാത്മരതിരേവ, ആത്മാവിലൊരു രതി ഉണ്ടാവണം. സ്യാദാത്മതൃപ്തശ്ച, ഈ ആത്മാവിനെ അറിയുന്നതിലാണ് തൃപ്തി, അതിലാണ് എൻ്റെ ആനന്ദം. ഇതിനു മീതെ എനിക്കൊന്നും കിട്ടാനില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ വരുന്നവർക്ക് മാത്രമേ ഈ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കുവാനും ഇതിലോട്ട് മുന്നോട്ട് പോകുവാനും പറ്റും. അപ്പോൾ എപ്രകാരമാണോ കാമികൾക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ഗ്രന്ഥങ്ങൾ ഫേവററ്റായിരിക്കുന്നത്, അതുപോലെ വീണയും ക്ലാസിക്കൽ സംഗീതവും ഒക്കെ ഇഷ്ടപ്പെട്ടവർക്ക് അവരുടെ വീണാനാദവും
ഈ കർണാട്ടിക് സംഗീതമൊക്കെ എത്രമാത്രം പ്രിയങ്കരമായിരിക്കുന്നുവോ അതുപോലെ ഈ ആത്മവിഷയത്തിൽ താത്പര്യമുണ്ടാകുന്ന ആളുകൾക്ക് മാത്രമേ ഈ വിഷയത്തിൽ മുന്നോട്ട് പോകാൻ പറ്റൂ. നമുക്ക് അടുത്ത ശ്ലോകം കൂടെ ഒന്ന് നോക്കാം. വണങ്കാവുരൈക്ക് വണക്കമിലൈ തീങ്കെ വണങ്കി വാഴ്ത്തെന്നിൽ വളമിയാ വണங்குകിനും എല്ലാവർക്കും നன்றாய் ഇരുപ്പതിലേ യാതൊன்றுം എല്ലാവർക്കും പൊല്ലാതിലേ. വണങ്കാ ഉരൈക്ക്. ഇപ്പം ആത്മബോധം ചെയ്യാത്ത, ആത്മാവിനെക്കുറിച്ച് പറയാത്ത ഗ്രന്ഥങ്ങൾ കൊണ്ട് ആത്മജ്ഞാനം ഉണ്ടാവത്തില്ലല്ലോ. അതുകൊണ്ട് മോക്ഷമെന്ന പരമപ്രയോജനം ഉണ്ടാവുകയില്ല. ഇനി ജീവബോധം ഒടുങ്ങാത്ത ആൾക്കാർക്ക് ഈ ആത്മബോധത്തെക്കുറിച്ച് നല്ലൊരു ഗ്രന്ഥം എഴുതുവാനും സാധിക്കുകയില്ല. അപ്പോൾ ആത്മബോധം, ആത്മാനുഭവം ഉണ്ടായവർക്ക് മാത്രമേ ഈ ആത്മാവിനെക്കുറിച്ച് ശരിയായിട്ടൊരു ഗ്രന്ഥം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഗ്രന്ഥം വായിച്ചിട്ട് മാത്രമേ മുമുക്ഷുക്കൾക്ക് പ്രയോജനമുണ്ടാവും. ഇനി അല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് വർണ്ണിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയാൽ ആ ഗ്രന്ഥങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനമാണ് ഉണ്ടാകുന്നത്? ഉദാഹരണത്തിന് നമ്മൾ കണ്ടിട്ടില്ലേ ദീപക് ചോപ്രയുടെ ബുക്കുകൾ. മോശമാക്കി പറയല്ല, ആ ഗ്രന്ഥങ്ങളൊക്കെ അമേരിക്കയിലൊക്കെ ബെസ്റ്റ് സെല്ലേഴ്സാണ്. 100 ദിവസം കൊണ്ട് എത്രയോ മില്യൺ ഗ്രന്ഥങ്ങൾ വിറ്റഴിഞ്ഞു. പക്ഷെ അത് വായിച്ച് ആർക്കെങ്കിലും ആത്മജ്ഞാനം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ആത്മജ്ഞാനം ഉണ്ടാകാത്ത രീതിയിലുള്ള ഗ്രന്ഥങ്ങൾ എഴുതിയിട്ട് വായിക്കുമ്പോൾ കൊള്ളാം, നല്ല ബുക്ക് എന്ന് ആൾക്കാർ പറയും. പക്ഷേ അവർക്കതുകൊണ്ട് ശരിക്കൊരു പ്രയോജനം ഉണ്ടാകുന്നില്ല. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഗ്രന്ഥവും എല്ലാവരും നല്ലതെന്ന് പറയുന്ന ഗ്രന്ഥവും അല്ലെങ്കിൽ എല്ലാവരും മോശമെന്ന് പറയുന്നൊരു ഗ്രന്ഥവും ഉണ്ടാക്കാൻ പ്രയാസമാണ്. കാരണം ആളുകൾ ഭിന്ന രുചിക്കാരാണ്. ചിലർക്ക് ഇഷ്ടപ്പെടുന്നത് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ ചിലർക്ക് ലിറ്ററേച്ചർ ഇഷ്ടപ്പെടും, ചിലർക്ക് സാഹിത്യം, ചിലർക്ക് നിരൂപണം. അങ്ങനെ ഗ്രന്ഥങ്ങൾ തന്നെ ആളുകൾക്ക് വിഭിന്ന ടേസ്റ്റാണ്. അപ്പോൾ ഈ ഏറ്റവും നല്ല വേദാന്ത ഗ്രന്ഥമായ ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം, ഇപ്പോൾ കേരളത്തിൽ 3.5 കോടി ജനങ്ങളുണ്ട്. ഈ ബ്രഹ്മസൂത്രം ശങ്കരഭാഷ്യം പഠിക്കണമെന്ന് എത്ര പേർക്ക് ആഗ്രഹം കാണും? 100 പേർക്ക് ആഗ്രഹം ഉണ്ടായ വലിയ കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ള ഗ്രന്ഥങ്ങളിൽ കുറച്ച് പേർക്ക് രുചി ഉണ്ടാവുകയുള്ളൂ. ഗീതയിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യതതി സിദ്ധയേ യതതാമപി സിദ്ധാനാം കശ്ചിന്മാം വേത്തി തത്വതഃ. അപ്പോൾ മനുഷ്യരിൽ 1000 മനുഷ്യരിൽ ഒരാളെ ഈശ്വരനെ അറിയാൻ ശ്രമിക്കുകയുള്ളൂ. അങ്ങനെ ശ്രമിക്കുന്ന 1000 പേരിൽ ഒരാൾ മാത്രമേ ഈ വിവേചന ബുദ്ധി, എന്താണ് സത്യം, ഈ പ്രപഞ്ചത്തിൻ്റെ ഉണ്മ എന്താണ് എന്ന് ചിന്തിക്കുന്നത് അതിലും ഒരുവനായിരിക്കും. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ശരിയായിട്ടുള്ള ഈ ആത്മവസ്തുവിനെ അന്വേഷിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ കണ്ണുടെ വെള്ളലാർ പറയാണ്, ഇത്രയും മഹത്തായ ഈ ഒഴിവിലൊടുക്കം എഴുതിയെന്ന് കരുതി ഇതെല്ലാവരും വാങ്ങി പഠിക്കുകയോ അല്ലെങ്കിൽ എല്ലാവരും വാങ്ങി വീട്ടിൽ വയ്ക്കുകയോ ചെയ്യുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കരുത്. കാരണം ഇതിന് താല്പര്യമുള്ള വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഗ്രന്ഥങ്ങളിൽ രതിയുണ്ടാവൂ.
അങ്ങനെ രതിയുള്ള കുറച്ച് പേർക്ക് മാത്രമേ ആത്മാനുഭവം എന്ന മോക്ഷം ഉണ്ടാവുകയുള്ളൂ.